അമ്മുമ്മയില്ലേ? അമ്മുമ്മ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ 7 വരെ പഠിച്ചപ്പോ അതിനകത്ത് ഹിന്ദി ഉണ്ടായിരുന്നോ? ഹിന്ദി ഹിന്ദി എന്തോ അറിയത്തില്ല. ഏതൊക്കെയാ എന്നൊക്കെയാ പഠിച്ചോണ്ടിരുന്നത്? മലയാളം എനിക്ക് അറിയാവുള്ളൂ. ആ, മലയാളം. പിന്നെ സ്കൂളിൽ കണക്ക് പഠിച്ചിട്ടുണ്ടോ? കണക്കോ? ആ കണക്ക് സ്കൂളിൽ ചെയ്യുമായിരുന്നു. ഇപ്പൊ എല്ലാം മറന്നുപോയി. ആണോ? പക്ഷേ 16 വരെ അറിയാം. 16 വരെ അറിയാവോ? ഓർക്കണില്ല. 16 12 വരെ ഓർക്കുന്നുണ്ട്. എന്നാ ഒന്ന് ചോട്ടെ, ഒന്നിന്റെ ചൊല്ലി. ഒന്നിന്റെ അല്ല, 5ന്റെ ചൊല്ലിക്ക്. 5ന്റെ പട്ടിക ചൊല്ലിക്ക്. 5ന്റെ. 5ന്റെയോ? ആ, 5 5 ഈരഞ്ച് 10 3 15 4 5 20 5 25 6 30 7 35 8 40 9 45 15 50 11 55 15 60. ആ, അത് മതി. 7ന്റെ ഒന്ന് ചൊല്ലിക്ക്. 7 പട്ടിക. 7ന്റെ പട്ടിക. 1 7 27 14 37 21 47 28 57 35 67 42 77 49 87 56 57 63 17 ആ, അടിപൊളി. അമ്മൂമ്മ പഠിച്ച സ്കൂളിന്റെ പേരെന്നാ? സ്കൂളിന്റെ പേരെന്നാ അമ്മൂമ്മ പഠിച്ചേ? ഞാൻ പഠിച്ചത് ചെറുപ്പത്തിൽ പഠിച്ചത്. പിന്നെ വളരെ കവല പെൺപള്ളിക്കൂടുണ്ട് 7ാം ക്ലാസ് വരെയുള്ളത്. അവിടെയാ പിന്നെ പോയത്. നടന്നാണോ പോകുന്നത്? എവിടുന്നാ നടന്നു പോകുന്നേ? അതന്നെ. എത്ര ദൂരം നടക്കണം? 2-3 മൈൽ നടക്കണം. ആണോ? അവിടെ അന്നെങ്ങാം ബസ് ഉണ്ടായിരുന്നോ അവിടെ അന്ന്? അന്നേരം ബസ് ഉണ്ടായിരുന്നോ? ബസ് സ്കൂൾ ബസ് അല്ല, സ്കൂളിൽ പോകുന്ന നമ്മുടെ പ്രൈവറ്റ് ബസ് ഇല്ലേ? അതൊന്നും ഇല്ലടി. കാളവണ്ടി ഉണ്ടായിരുന്നോ? അല്ല, എനിക്ക് കൂട്ടുകാരുണ്ടോ നടന്നു പോകാൻ. ആണോ? നിങ്ങളുടെ കാലത്ത് കാളവണ്ടി ഉണ്ടായിരുന്നോ? ആ, അത് കാളവണ്ടിയൊക്കെ ഉണ്ട്. ആണോ? അവിടുത്തെ ഏറ്റവും വിലയുള്ള പൈസ എന്തായിരുന്നു? എത്ര രൂപയായിരുന്നു പൈസ? ചക്രോ? അന്നത്തെ പൈസ എന്തായിരുന്നു? പൈസ എന്തായിരുന്നു? ആ, ചക്രം ആണോ? 10 പൈസയാണോ? 5 പൈസയാണോ? ചക്രം. രൂപ, വെള്ളി രൂപയും ഉണ്ട്. 28 ചക്ര 1 രൂപ. 28 ചക്രം 1 രൂപ. ആ, അമ്മുമ്മയ്ക്ക് എത്ര സഹോദരങ്ങളുണ്ട്? ആ, മൂത്ത ആള് മുതൽ പറഞ്ഞേ. മൂത്ത ആള് മുതൽ ആരൊക്കെയാ ഉള്ളത്? എനിക്ക് സഹോദരങ്ങള് എൻ്റെ ആങ്ങള കുട്ടപ്പൻ. ആ, ശരിക്കുള്ള പേരെന്താ? കുട്ടപ്പന്റെ ശരിക്കുള്ള പേരെന്താ? ജനിച്ചു വന്ന പേരല്ല, ശരിക്കുള്ള പേരെന്താ? ഗോവിന്ദപ്പണിക്കർ. ആ, പഠിക്ക സാറ്. ആ, ഭാര്യയും ഹൈസ്കൂളിലെ സാറാ. 2 പേരും അതെ. അതെ. രണ്ടാമത്തെ ആളാരാ? രണ്ടാമത്തെ അമ്മുമ്മയാണോ? ആങ്ങളെ കഴിഞ്ഞിട്ടുള്ള ആളാരാ? അമ്മുമ്മയാണോ? ആ, പിന്നെ അമ്മുമ്മയുടെ പേരെന്നാ? ആ, ഫുൾ മൊത്തം പേരെന്നാ? മൊത്തം പേര് പറ. മൊത്തം പേര് അമ്മുക്കുട്ടിയമ്മ. CR ഇല്ലേ? CP ആണോ? ആ, ഓക്കെ. ആങ്ങളെ പരമേശ്വരൻ പിള്ള. പിന്നെ എല്ലാം മരിച്ചു പോയി. അടുത്ത അമ്മുമ്മ കഴിഞ്ഞിട്ട് ആരാ ഉള്ളത്? എനിക്കോ? അമ്മുമ്മയുടെ ഇളയത് ആരാ ഉള്ളത് ഇപ്പൊ ഉള്ളതോ? ആ, അല്ല, ഇളയത് അടുത്ത ആരാന്ന് പറ. മരിച്ചാലും കുഴപ്പമില്ല. അല്ല, അതിനിടയ്ക്ക് ആണോ? ആണോ? അമ്മണി അനിയത്തി ഏറ്റവും ഇളയതാ. ആ, അത് ഏറ്റവും ഇളയ ആള്. അമ്മുമ്മയുടെ നേരെ ഇളയതാരാ? എന്റെ പേരോ? ആ, അല്ല, ജാനമ്മ ചിറ്റയാണോ? തങ്കമ്മ ആരാ? തങ്കമ്മ എന്റെ അനിയത്തിയായിരുന്നു, മരിച്ചുപോയി. ആ, അത് കഴിഞ്ഞിട്ട് ആരാ? ജാനമ്മയാണോ? ജാനമ്മ ചിറ്റയായിരുന്നു അടുത്തത്. ജാനമ്മ. ആ, അമ്മണി ഏറ്റവും ഇളയത്. ഓക്കെ. ഇപ്പൊ ഇതില് ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്? ഇപ്പൊ ഞാനും അമ്മണിയും. ആണോ? ആഹാ. പിന്നെ അന്ന് സ്കൂളിൽ പോകുമ്പോ വേഷം എന്നായിരുന്നു? എന്നായിട്ടോണ്ടാ സ്കൂളിൽ പോകുന്നത്? അന്നൊക്കെ മുണ്ടും ബ്ലൗസും ഒക്കെയാ. ആണോ? പുസ്തകമൊക്കെ കൈ പിടിച്ചോണ്ട് പോവോ? പുസ്തകം കൂടെ ഇട്ടോണ്ട് പോകും. ആഹാ. എന്നാ കഴിച്ചിട്ടാ പോകുന്നത്? അമ്മ ആ, രാവിലെ
കാപ്പിയൊക്കെ കുടിച്ചിട്ട് പോകും. കറി കാപ്പിക്ക് എന്നാ കഴിക്കാൻ? ദോശയോ? അതും ദോശയൊക്കെ ഉണ്ട്. ആഹാ. ഉച്ചക്കോ? ഉച്ചക്ക് എന്നാ കഴിക്കും? ഉച്ചയ്ക്ക് ചോറ്. ചോറ്. ആഹാ. അമ്മയ്ക്ക് ഓർമ്മയുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ? പണ്ടത്തെ എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയുണ്ടോ? ചെറുപ്പത്തിലെ ഓർത്തിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടോ? ഗാന്ധിജിയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതെ. ഗാന്ധിജി കോട്ടയത്ത് വന്നിട്ടുണ്ടോ? ഓ ഉണ്ടായിരിക്കും. ഞാനെങ്ങും പോകാറില്ല. ആണോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാ? എന്നാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാ? ഞാൻ ഓർക്കുകയില്ല. അത് കുഴപ്പമില്ല. ഇന്ദിരാഗാന്ധി മരിച്ചു പോയത് അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. എന്നാ മരിച്ചത്? ആ കൊറേ കൊല്ലായോ? കൊറേ കൊല്ലായോ? കൊറേ കൊല്ലായോ? അതെങ്ങനെയാ അറിഞ്ഞത്? അതൊക്കെ അയ്യോ പ്രധാനപ്പെട്ടവർ മരിച്ച അറിയില്ലേ. മുഖത്തൊന്ന് കൈയെടുത്തു. മുഖത്ത് പിടിക്കണ്ട. ഞാൻ അമ്മൂമ്മയുടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുവായിരുന്നു ഇത്രയും നേരം. അത് കുഴപ്പമില്ല, കിടന്നോണ്ടിരുന്നു. എന്നാ ആ കിടന്നോണ്ട് എടുക്കാം. ഇത് നല്ല ബ്ലൗസ് ആണോ? മാല. ഓ മാലയൊക്കെ എടുത്ത്. ആ എന്നാ ഇട്ടോ. 2 മടക്കുന്നൊക്കെ. ഓ 2 മടക്കൊക്കെ ഇട്ടോ. എന്നാ ആ ഇട്ടു. മാല കാണിക്കണോ? 2 മടക്ക് മാല കാണിക്കണോ? ആ കാണിച്ചു. ദേ എടുത്തു. വീഡിയോ എടുത്തോണ്ടിരിക്കുവോ? പറഞ്ഞോ. ഇതെല്ലാം വീഡിയോ കിട്ടും. മതി, സംസാരിച്ചോ. എന്നാ പറയണ്ടേ? എന്ത് വേണേലും പറഞ്ഞോ. ഇതിനകത്ത് വീഡിയോ എടുക്കുവാ. ആരോടുമല്ല, ഇത് എന്റെ ഫോണിൽ എടുത്തു വെക്കുക. ഫോട്ടോ എടുക്കുന്ന പോലെ നമുക്ക് പറയാം. ഞാന് ചെറുപ്പത്തില് സ്കൂളിൽ പോകുന്നത് ഞങ്ങളൊക്കെ നടന്നാ. 2-3 മൈലൊക്കെ ദൂരെ പോകുന്നത് നടന്നാണ്. കൂട്ടുകാർ കാണും. എൻ്റെ കൂട്ടുകാരൊക്കെ ഇപ്പം ഞാൻ ആരെയും കാണാറില്ല. ഞാനിപ്പം ഇവിടെ കിടപ്പാ. അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ? കൂട്ടുകാരോ? ഉണ്ടായിരിക്കും. ഞാനിപ്പം ഓരോരുത്തരും പോണില്ല. അതിനാ പോകാത്ത? പോകാത്തന്നാ? അയ്യോ എനിക്ക് മേലാഞ്ഞിട്ട്. അതാരാ? ഇതാരാ? ഇന്ദിര അല്ലേ? ആ അതെ. രാവിലെ എന്നാ കഴിക്കുന്നത്? കഴിച്ചതോ? ദോശ. ഉച്ചക്ക് എന്നാ കഴിക്കുന്നത്? ഉച്ചയ്ക്ക് കഞ്ഞി, പൊടിയരിക്കഞ്ഞി. രാത്രിയിലോ? രാത്രി പാല് കാച്ചി കുടിക്കും. ഓട്സ് ഇടുവോ അതിനകത്ത്? ഓട്സ് ഇട്ടാണോ കുടിക്കുന്നത്? ആ ഓക്കെ. ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ അമ്മൂമ്മയ്ക്ക്? ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ അമ്മൂമ്മയ്ക്ക്? ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്നാ? ഭക്ഷണം ആ പൊടിയരിക്കഞ്ഞി. ആണോ? ഓക്കെ. എല്ലാരും ചോദിച്ചു അമ്മൂമ്മയ്ക്ക് 100 വയസ്സ് വരെ ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഏത് ഭക്ഷണം കഴിച്ചിട്ടാണ്? എടി എനിക്ക് 100 വയസ്സായടി. ആ ആയി. അതുകൊണ്ട് എന്നാ ഭക്ഷണം കഴിച്ചിട്ടാ ഇത്രയും ആരോഗ്യത്തോടെ ഇരിക്കുന്നേന്ന്? 100 വയസ്സ് വരെ ജീവിച്ച ഭക്ഷണം കുടിക്കും. പാല് കാച്ചി തരും. എനിക്ക് എന്നാ ഇഷ്ടം തരും. ആ അതല്ല, ഇതുവരെ ജീവിച്ചിരിക്കാൻ അമ്മൂമ്മ എന്നാക്കിയാ കഴിച്ചത്? പണ്ട് മുതൽ എന്നാ കഴിക്കുന്നേന്ന്? മിതമായ ഭക്ഷണം. ആ വെജിറ്റേറിയൻ. പൊടിയരിക്കഞ്ഞി ഇഷ്ടം. പച്ചക്കറി, സസ്യാഹാരം. പച്ചടി. പച്ചടി. ആ ഇഞ്ചിക്കറി. ഇഞ്ചിക്കറി. ഓക്കെ. കിച്ചടി. മോരുകറി. ഇതൊക്കെ ഇഷ്ടാ. ഓക്കെ. അമ്മൂമ്മ വെജിറ്റേറിയൻ അല്ലേ? അമ്മൂമ്മ ചിക്കൻ കൂട്ടുവോ? ചിക്കനോ? ആ അയ്യോ മീനോ? അല്ല കോഴി. അയ്യോ ഞാൻ ഇറച്ചി കഴിക്കാൻ. അമ്മൂമ്മ വെജിറ്റേറിയൻ. ചുമ്മാ ചോദിച്ചാ. ചുമ്മാ ചോദിച്ചാ. പച്ചക്കറികൾ മാത്രം. ആ ഓക്കെ. ഗുഡ്. നല്ല കാര്യം. അബുദാബിയുടെ പാട്ട് അമ്മൂമ്മ പാടുവോ? അബുദാബിയുടെ ഒരു പാട്ടില്ലേ, അതൊന്ന് പാടാവോ? പറഞ്ഞു എന്നതാന്നു?
അബുദാബി പോയത് ആർക്ക് വേണ്ടി? ഏത് പാട്ടാ? അബുദാബി പോയത് ആർക്ക് വേണ്ടി? ഒരു പാട്ട് പാടത്തില്ലേ? അബുദാബിൽ പോയതും ആർക്കു വേണ്ടി? അച്ഛനും അമ്മയ്ക്കും 1000 വീതം, അയ്യോക്കൻകാർക്കൊക്കെ 500 വീതം. ആ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ുമായി വാഴുമ്പോൾ ദേവകി എന്നു പേരായിട്ടൊരു കന്യകയെയും പിറന്നുപോൻ. ധന്യനാം വസുദേവർക്കു കംസൻ ദേവകിയെയും നൽകിപോൻ. സ്ത്രീധനത്തിനു വേണ്ടതൊക്കെയും വേണ്ടുവോളം കൊടുത്തുപോൽ. ഓക്കെ. എന്നാൽ ഒരു തിരുവാതിരപ്പാട്ട് അറിയാവോ? ഓർമ്മയുണ്ടോ? ഒന്നും ഓർക്കുന്നില്ല. വേണ്ട രീതി കീർത്തനം വേണത്തില്ല. കീർത്തനം എൻ്റെ കയ്യിലുണ്ട്. കീർത്തനം ഓൾറെഡി പാടിയായിരുന്നു. ഒന്നുകൂടെ വേണേ പാടാം. ഏത് പാട്ടാ? അഞ്ജനാശ്രീ അതുണ്ട് എൻ്റെ കയ്യില്. അതും ഉണ്ട്. അത്ഭുതം നാടകം. എന്നാ നാരായണ ജയ പാടാവോ? എന്നാ കൃഷ്ണ കൃഷ്ണ മുകുന്ദ അറിയാവോ? കൃഷ്ണ കൃഷ്ണ മുകുന്ദ അറിയാവോ? എന്നാ ഗോവിന്ദ രാമ രാമ പാടാവോ? ഗോവിന്ദ രാമ രാമ ഗോപാല കൃഷ്ണ ദിൻവൈ കാണുമരുളണം ഗോവിന്ദ. അമ്പാടി തന്നെ ഓംബായകാനിൻപൈ അൻപിനെ കാണണം ഗോവിന്ദ. ആവോളം കൂപ്പുന്ന ദേവകി ദേവി വെച്ച ദേവേശ ദേവാദേവ ഗോവിന്ദ. ഇച്ഛയില്ലെരിച്ചിരിത്തൊച്ചാടകളെല്ലാം അച്യുത ഭക്തിരും ഗോവിന്ദ. ഈരേഴു ലോകമെല്ലാം മൂവാടിയായാളെന്ന വീരനെ വാമനനെ ഗോവിന്ദ. ഉള്ളത്തിൽ കാണാകണ മുല്ലപ്പൂങ്കുഴലാളെ ഉള്ളഴിക്കുന്ന നന്മൈ ഗോവിന്ദ. ൂതും വായ്ക്കുഴലുമായി നെയ്യിൽ പിടവരവും ചേതസിൽ കാണാകണം ഗോവിന്ദ. 800,000 കണ്ണീർ വാർത്തുടന്നേളം നിന്നെ ഞാൻ കണ്ടിടാവൂ ഗോവിന്ദ. ഏണാകമ്പന്നെ തേടാന്ന തിരുമുഖം ചേതസിൽ കാണാകണം ഗോവിന്ദ. അയ്യോ തമ്പുരാനെ കയ്യേത കൂപ്പുന്ന ഞാൻ ദിയഗതിയിരിച്ചു ഗോവിന്ദ. ഒന്നൊഴിയാതെ വീടുകൾ ഒന്നൊഴിയാതെ ഗോപസുന്ദരിമാരോടൊക്കെ ഒന്നൊഴിയാതെ ഗോപസുന്ദരിമാരോടൊത്ത് ഒന്നിച്ചു ലീല പൂണ്ടു ഗോവിന്ദ. ഓരോരോ ലീല പൂണ്ടു കാരുണ്യമൂർത്തി കൃഷ്ണൻ പാരിടം പാലിച്ചിടും ഗോവിന്ദ. അയ്യോ എൻ തമ്പുരാനെ കയ്യേത പൂപ്പുന്ന ഞാൻ നീയകരിച്ചു ഗോവിന്ദ. ുമായി വാഴുമ്പോൾ ദേവകി എന്നു പേരായിട്ടൊരു കന്യകയും പിറന്നുപോൻ. കന്യരാമസുദേവർക്കു കംസൻ ദേവകിയെയും നൽകിപ്പോൻ. സ്ത്രീധനത്തിനു വേണ്ടതൊക്കെയും വേണ്ടുവോളം കൊടുത്തുപോൽ. കാരുണ്യവും പാലും വഴം നല്ല പഞ്ചസാര തേനും പാരാതെ തന്നു പൂജിച്ചിരുന്നു എന്നതു കേട്ടൊരു നേരം കിളിപ്പെണ്ണു നന്നായി കലർന്നു പറഞ്ഞാളെ വന്നു. എങ്കിലോ കേട്ടാലും മംഗമാരെല്ലാരും പങ്കരുഹാക്ഷന്റെ സേവാനേരം ആദിത്യദേവനുദിച്ചു വരും മുൻപ് മോദന ചെന്നു കുളിച്ചു പോടിൻ നല്ല പുടവയുടുത്തു വഴി പോലെ
നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ചുറ്റും വലം വെച്ചു കുറ്റങ്ങൾ കൂടാതെ ചുറ്റിനകത്തു കടന്നുവല്ലേ. പിന്നെ പ്രസാദവും മേടിച്ചു ചൂടുവിൻ, നിൽക്കാതെ നിങ്ങൾ പുറത്തു പോവിൻ. ശിവേലി കൊട്ടിപ്പുറത്തു വരും നേരം ശിവേലി സേവിച്ചു കൊൾവിൻ നിങ്ങൾ. കൊട്ടും കുഴൽ വിളി കോലാഹലങ്ങളും ഒട്ടും കുറയാതെ കേൾക്കാമല്ലോ. മുത്തുക്കുഴകളും ആലവട്ടങ്ങളും എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മൂന്നു പ്രദക്ഷിണം എത്ര മനോഹരം. മൂന്നു പുരുഷാർത്ഥം സാധിച്ചിടും. 2 ദിവസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 2 പാദങ്ങൾക്കും ശക്തിയുണ്ടാം. ശക്തിക്കു ചേരും വഴിപാട് നേർന്നിട്ടു മുക്തി വരുത്തി വസിച്ചു കൊൾവിൻ. വാദം പൊടിച്ചു മുടങ്ങിക്കിടക്കുന്നൊരൻപോടെഴുതേറ്റു മണ്ടിപ്പോകും. നാരായണ എന്നു നാമം ജപിക്കണം, നേരായ വണ്ണം ഭവിക്കുമമ്മ. എൻ്റെ ഗുരുവായൂരപ്പ കടൽ വർണ്ണ, എൻ്റെ ദുരിതമകറ്റിടണം. ശ്രീകൃഷ്ണ ഗോവിന്ദ നാരായണാരെന്ന ശ്രീവാസുദേവ മുകുന്ദ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മൂമ്മയുടെ മക്കളുടെയും കുഞ്ഞുമക്കളുടെയും പേര് പറയാവോ? മൂത്ത മോനാരാ? എൻ്റെ മൂത്ത മകൻ കുട്ടൻ. ആ, അവർക്ക് അവൻ മരിച്ചുപോയി. കൊച്ചുകുഞ്ഞ്. അല്ല, മൂത്ത മകൻ എത്ര മക്കളുണ്ട്? മൂത്ത മകനോ? ആ, അയ്യോ, വടപാതയല്ലേ. ആ. അവന് ഒരു മകളല്ലേ ഉള്ളൂ, ആശ. അനു ആശ ഇല്ലേ? അനു. ആ, 2 മക്കൾക്ക്. ആ, മൂത്ത മകൻ കുട്ടൻ, 2 മക്കൾ ആശ അനു. ആ. രണ്ടാമത്തെ ആളാരാ? കൊച്ചുകുഞ്ഞ്. ആ, കൊച്ചുകുഞ്ഞിന് അയ്യോ കൊച്ചുകുഞ്ഞിന് സുമി, ആ, സൂരജ്, ആ, സുമി, ആ. 2 പേരല്ലേ. ആ. മൂന്നാമത്തെ ആളാരാ? ചന്ദ്രൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലേ? അടി പറയടേ. ഇടയ്ക്ക് പെണ്ണാരും ഇല്ലേ? കുട്ടൻ, കൊച്ചുകുഞ്ഞ്, പിന്നെ ആ, ഓമന. ആ. അവർക്ക് എത്ര മക്കളുണ്ട്? ഓമനയാടി. ഓച്ചിയമ്മ. അയ്യോടി, എൻ്റെ കൂടെ ഉണ്ട് അവള്. ആ, ഓച്ചമ്മയ്ക്ക് 2 ആൺമക്കള്, ആ. പേര്? കൃഷ്ണകുമാറും സജി. ആ. അത് കഴിഞ്ഞാരാ? അവർക്ക് ഒക്കെ ഡ്രൈവിങ് സ്കൂളാണ്. അത് കഴിഞ്ഞിട്ടാരാ പറ? പിന്നെ ചന്ദ്രൻ. ആ. ചന്ദ്രൻ്റെ കാര്യം അറിയാമല്ലോ. എത്ര മക്കള്? ചന്ദ്രനോ? ആ, ചന്ദ്രൻ അയ്യോടി എടി എന്നാടി പറയടി. ചന്ദ്രന് 2 മക്കളല്ലേ ഉള്ളത്? ചന്ദ്രന് കണ്ണൻ പ്രിയ. കണ്ണൻ പ്രിയ ആരാ? ചന്ദ്രൻ്റെ മക്കള്. ആ, കണ്ണൻ ഇവിടെ ഇല്ല. ആ. പ്രിയ ഇപ്പം ചമ്പക്കര. അടുത്തത് അത് കഴിഞ്ഞാരാ? അവക്ക് ജോലിയുണ്ടടി. ആ, അത് കഴിഞ്ഞിട്ടാരാ? കണ്ണൻ. ചന്ദ്രൻ കഴിഞ്ഞാരാ? കൊച്ചുകുഞ്ഞ്. ചന്ദ്രൻ കഴിഞ്ഞാണോ കൊച്ചുകുഞ്ഞ്? അല്ല, പിന്നെ സജി. അല്ലടി, എന്ത് മറന്നു പോടി. ശശി. 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 എന്റെ അച്ഛൻ. ആ, ശശി. ശശിക്ക് എത്ര മക്കളുണ്ട്? ശശിയുടെ ആളില്ല നീ? ആ, അതെ. അല്ലടി. അതെ, അതെ, അതെ. മീനു. ആ, ഞാൻ മീനു. ഞാനാ രണ്ടാമത്തെ ആള്, മീനു. മൂത്ത ആളാരാ? മീര. ആ, അത് ശശി കഴിഞ്ഞ അടുത്ത ആളാരാ? ഏറ്റവും ഇളയ ആരാ അമ്മൂമ്മയുടെ മക്കളില്? ഏറ്റവും ഇളയ മകളാരാ അമ്മൂമ്മയുടെ? രോഹിണി. ആ, രോഹിണിക്ക് എത്ര മക്കള്?
രോഹിണിക്ക് പിന്നെ മനു സനു രണ്ട് മക്കൾ. അത് ഓർമ്മയുണ്ട്. ഓക്കെ. അവരെവിടെയാ താമസിക്കുന്നത്? അവര് അയ്യോ അടി അവരെവിടെയാടി? നീണ്ടൂര്. നീണ്ടൂരം. സനുവിന്റെ ഭർത്താവ് കപ്പലെ ജോലിക്ക് പോയോ? പോകും. പോയതെന്തും അറിയത്തില്ല. പോകുമ്പോ വിളിക്കും. അവന്റെ പേര് രാകേഷ്. ഓക്കെ. മനു ആരാ കല്യാണം കഴിച്ചേക്കുന്നത്? മനുവിന് ധർമ്മപുരിയിലാ ജോലി. മനു ആരെയാ കല്യാണം കഴിച്ചേക്കുന്നത്? മനു ശാലുവിനെ. ഓക്കെ. ആറ്റി കുളിക്കാൻ പോകുന്നുണ്ടോ? പണ്ട് പോകാറില്ലായിരുന്നോ? പിന്നെ പോണോ? അയ്യോ, ഇനി എനിക്ക് എങ്ങോട്ടേലും പോകാൻ പറ്റുമോ? ആറ്റി പോയി കുളിച്ച് നനച്ച മുണ്ടോടെ അമ്പലത്തിൽ പോണ അന്തൊക്കെ വീട്ടിൽ തൊട്ടേച്ച് പോവുകയില്ല. ഇപ്പം ആരും ആറ്റി കുളിക്കാനില്ല. എല്ലാരും വീട്ടിൽ കോരിക്കുളിയാ പൂജ കഴിക്കുന്നവര് പോലും. അയ്യോ, പണ്ട് മുങ്ങി കുളിക്കണം. അതുപോലെ പുറത്തായ എവിടെയാ മുങ്ങിക്കുളിക്കാൻ വെള്ളമുള്ളതെന്ന് വെച്ചാൽ അവിടെ പോയി കുളിച്ചിട്ട് വന്നെങ്കിലേ വീട്ടിൽ കഴിച്ചു. ഇപ്പം പുറത്തായ ആരാ മാറണ്ടേ? ഈശ്വരാ, ശുദ്ധവും ഇല്ല, ഒന്നും ഇല്ല. അമ്മൂമ്മക്ക് എല്ലാരും ഈ വീഡിയോ കാണുന്നുണ്ട്. എല്ലാരും ഈ വീഡിയോ കണ്ടു. കേരളം മുഴുവൻ ഉള്ള എല്ലാരും കാണുന്നു. അമ്മൂമ്മക്ക് ദീർഘായുസ് നേരിടാന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. എന്റെ ദൈവമേ, എല്ലാരും സന്തോഷമായിട്ടിരിക്കട്ടെ. എന്റെ ഈശ്വര, എനിക്ക് 100 വയസ്സ് കഴിഞ്ഞടി. അത് കുഴപ്പമില്ല. അവരെല്ലാരും പറഞ്ഞു പ്രാർത്ഥിച്ചേക്കാന്ന്. ഇത്രയൊക്കെ ഞാൻ നടക്കുന്നുണ്ടല്ലേ? അത് ശരിയാ. മലപ്പുറത്ത് പോയത് അറിഞ്ഞായിരുന്നോ? എവിടെയാ? മലപ്പുറം തിരുനാവായ പോയത് അറിഞ്ഞായിരുന്നോ? മാമാങ്കം കാണാൻ. കേട്ടിട്ടുണ്ടോ? മാമാങ്കം കേട്ടിട്ടുണ്ട്. അതെന്നതാ? അത് നമ്മുടെ മലപ്പുറത്ത് ഇപ്പൊ കുംഭമേള നടക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? കുംഭമേള നടക്കുവാ. അവിടെ പോയില്ലേ? കഴിഞ്ഞ ദിവസം. നന്നായിടി. പേരമ്മ പറഞ്ഞില്ലായിരുന്നോ? അമ്പലങ്ങളിൽ പോകുന്ന എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾ ഒക്കെ പോയി തൊഴുതു ദൈവത്തെ പ്രാർത്ഥിക്കണം. അവിടെ നദി ഭാരതപ്പുഴ പോയി കുളിച്ചു. എന്റെ പേർക്കൂടെ പ്രാർത്ഥിച്ചു. ഉറപ്പായിട്ടും എനിക്ക് ഇനി എങ്ങും പോകാൻ പറ്റുകയില്ല. അങ്ങനെ പറയരുത്. അയ്യോ, പോകാൻ പറ്റും. അമ്പലത്തിൽ പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. എടി, എനിക്ക് എങ്ങും പോകാൻ പറ്റുകയില്ല. പറ്റുവന്നേ. ഞാൻ എങ്ങനെ പോകും? വണ്ടിയിൽ ഇരുന്ന് പോകാം. ഞാൻ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം കേട്ടോളാം. കുഴപ്പമില്ല. അമ്മൂമ്മ എന്തിനാ എപ്പോഴും പേടിക്കുന്നത്? ഇട്ടു പോകണല്ലോ. അതെന്തിനാ പോകുന്നത്? വയസ്സായ മരിക്കണം എന്നൊന്നും ഇല്ല. ആരോഗ്യമൊന്നും കുഴപ്പമൊന്നും ഇല്ല. അയ്യോ, മരിക്കാത്ത മനുഷ്യരുണ്ടോ? അത് പറയാൻ പറ്റില്ല. നമ്മളപ്പോ എന്തിനാ പേടിക്കുന്നേ? വയസ്സായ അങ്ങനെ മരിക്കുമെന്നുണ്ടോ? വയസ്സാകുന്നതിന് മുമ്പ് മരിക്കുന്നവരില്ലേ? എന്തിനാ എപ്പോഴും ഈ കരയുന്നേ പേടിച്ച്? നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുകയില്ല. നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുകയില്ലല്ലോ. മരിച്ചൊന്നും പോവുകയില്ല. അമ്മ ഇച്ചിരി ഭക്ഷണമൊക്കെയല്ലേ കഴിക്കുന്നുള്ളൂ. ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ച് ഇരുന്നാ മതി. മരിക്കാത്ത മനുഷ്യരുണ്ടോ? അത് നമ്മളപ്പം എല്ലാരും മരിച്ചു പോവും അല്ലേ? അപ്പൊ വയസ്സാണെന്നൊന്നും ഇല്ല. അപ്പൊ എന്തിനാ പേടിക്കുന്നത്? കുറച്ച് പ്രായത്തിലും വയസ്സായിട്ടും ഒക്കെ മരിക്കും. അപ്പൊ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? പേടി എന്തുകൊണ്ടാ പേടിന്ന് പറ? എല്ലാരും ഇട്ട് പോകാൻ. എല്ലാരും ഇട്ടിട്ട് എല്ലാരും മരിച്ച ഒരേ സ്ഥലത്തോട്ടാ പോകുന്നത്. അപ്പൊ വീണ്ടും കാണാം. എന്നാലും മരിക്കൊന്നുമില്ല. അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? നടക്കാൻ മേലെന്നല്ലേ ഉള്ളൂ. കാലിന് മാത്രമല്ലേ പ്രശ്നമുള്ളൂ. ബലക്കുറവ്. അതും പറ്റുവാന്നൊന്ന് വടി പിടിച്ചാൽ നടക്കാം.